മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് നനക്കാനുള്ള സിസ്റ്റം ഡ്രിപ്പ് ഇറിഗേഷനും നമ്മളിവിടെ തണ്ണിമത്തൻ തോട്ടത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൾച്ചിങ് ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഇനി വളം കൊടുക്കണം ചെടികൾക്ക് വേണ്ട. അപ്പോൾ ആ വളം കൊടുക്കാൻ വെഞ്ചുറി സിസ്റ്റം വഴിയാണ് വളം കൊടുക്കുക. ആ വെഞ്ചുറി സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാൻ പോകുക എന്നുള്ള അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. വെഞ്ചുറി ഇല്ലാതെ നമുക്ക് വളം കൊടുക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഡ്രിപ്പ് വഴി? വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ഷോപ്പിൽ നിന്ന് ചോദിച്ചാൽ കിട്ടുക ഇതാണ് വെഞ്ചറി എന്ന് വെച്ചാൽ ഇതാണ് കിട്ടുക. ഇതാണ് അതിന് കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ എവിടെ കൊടുക്കുക എന്താ ചെയ്യുക, ഒരു പൈപ്പും ഉണ്ട്, ഒരു ഫിറ്റ് ചെയ്യണ സിസ്റ്റം ഉണ്ട്. നമ്മുടെ 1.5-ക്കാണ് നമ്മൾ പൈപ്പ് കൊടുത്തിക്കണെന്ന് വെച്ചാൽ 1.5 സെന്ററിൽ അങ്ങനെ വലിച്ചിട്ടുള്ള പൈപ്പ് വെള്ളം 1.5-ക്കാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1.5-ന്റെ ഒരു വാൾവ് വാങ്ങാം. പശ ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ പീസ് പൈപ്പ് എടുക്കാം. 1.5 ഒരു 6-7 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. ഒരു ലെവലിൽ ഇങ്ങനെ വെച്ചിട്ട് പശട്ടത്തിലിട്ട് കൊടുക്കുക. ഇതേ സെയിം അളവിൽ ഒരു പീസും കൂടെ കട്ട് ചെയ്യാം. ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് വാൾവിന്റെ ഈ ഒരു സൈഡിലേക്ക് കൊടുക്കുക. സൈഡിൽ പശ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 ടീ ആണ്. 1.5 മുക്കാൽ വരുന്ന 2 ടീ. ഇത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എങ്ങനെ വാൾവിന്റെ നേരെ കറക്റ്റ് ആയിരിക്കണം. ഇതിലും നമ്മൾ കറക്റ്റ് ആയിരിക്കണം. 1/4 പൈപ്പ് 2 പീസ് മുറിച്ചിട്ടുണ്ട്. ഇതിൽ കൊടുക്കുക. ഈ 2 പൈപ്പ് ഒരേ അളവായിരിക്കണം കേട്ടോ. ഇതിൻ്റെ ലെവലിൽ വെച്ച് കൊടുക്കുക. ഈ രണ്ട് പൈപ്പ് ഈ 2 പൈപ്പ് ഒരേ അളവായിരിക്കണം. ചിലപ്പോൾ പശ ഇടണമെന്നില്ല. നമുക്ക് ഊരാനും പിടിക്കാനൊക്കെ അങ്ങനെ ലീക്ക് ഓവർ പ്രഷർ തള്ളുമഞ്ഞ് അത് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഗമ്മിട്ട് പല ലെവലിലും ഫിറ്റ് ആക്കട്ടെ. നമ്മൾ സക്സസ് ആയത് ഈ ലെവലിലാണ്. ഒരു പീസ് പൈപ്പ് ഇതിൽ കൊടുക്കുക. ഇതിന് അളവിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇതിന് അളവിനനുസരിച്ചിട്ട് 2 പീസ് മുറിക്കുക. കടയിൽ പോയിട്ട് വെഞ്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഈ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 2 തലക്കുള്ള ഇതും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫുട് വാൾവിന്റെ ഈ ഒരു സിസ്റ്റം ഉണ്ടാവുള്ളൂ. വാൾവ് ഇത് 1 സൈഡ് ത്രെഡ് വരുന്നതും 1 സൈഡ് പിന്നെ PVC കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ രീതിക്കുള്ളതാണ്. ഇതാണ് നമ്മള് വെഞ്ചറി സിസ്റ്റം. ഫിൽറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിൽറ്ററിന്റെ തൊട്ട് മുമ്പായിട്ടാണ് വെഞ്ചറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫിൽറ്ററിന്റെ ബാക്ക് സൈഡിൽ എപ്പോഴും വെഞ്ചർ കൊടുക്കാം. ഇത് കട്ട് ചെയ്യാം. ഇതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ആരോമാർക്ക് വെള്ളം പാസ് ചെയ്യുന്ന ഇതിൽ ഇതിങ്ങനെ കൊടുക്കണം. തല തിരിച്ചൊരു കാരണവശാലും കൊടുക്കരുത്, വെള്ളം കയറൂല. ഇത് എന്ത് പണിയാ, നമ്മളിപ്പോൾ പൈപ്പ് കട്ട് ചെയ്തില്ല, ഒരു തല ഇതിന് ജോയിൻ ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഒരു തല ഇതിലും കൊടുക്കുക. നമ്മൾക്കിത് ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ആരും കണ്ടിട്ടില്ല. നമ്മളൊരു സുഹൃത്തുണ്ട് തോയർ എന്ന് പറയും. അവന് കുറച്ചൊക്കെ ഒരു ഇങ്ങനത്തെ ഇതിനൊരു മെക്കാനിക്കല്ലേനു. ആൾക്ക് ഭയങ്കര ഒരു തലേന്. അപ്പൊ അവന് ഞങ്ങളൊക്കെ പാടത്തെ ഷെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങളൊരു ലെവലിൽ ഇങ്ങനെ ഫിറ്റ് ആക്കിയത്. അത് വർക്കിംഗ് ആയി. പിന്നെ അതിന്റെ ശേഷം ഞങ്ങൾ ഫുള്ള് ഇതേമാതിരി കൊടുക്കുന്നത്. സിമ്പിൾ പരിപാടിയാണ്. അങ്ങനെ വെഞ്ചറി സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. വെള്ളം പാസ് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഫുഡ് വാൾവ് മോഡലിലെ സാധനം. ഇതെന്ത് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കിയതിനു ശേഷം ഈ ഫുഡ് വാൾവ് വേണ്ടി നെറ്റ് ഉണ്ട്, ചെറിയ നെറ്റ്. തരിയൊന്നും വിലക്ക് കയറായിരിക്കാണ്. നമ്മളെന്ത് പണിയാ, ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കാം. വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഈ വാൾവ് ഉണ്ടല്ലോ, ഇതിങ്ങനെ തിരിച്ചെടുക്കുക. പതുക്കെ അങ്ങനെ തിരിച്ചെടുക്കുക. ഇത് പോണാണ്. വെള്ളം കയറി പോകണം. വെള്ളം തിരിച്ചു ബക്കറ്റിൽ നിന്ന് വെള്ളം തിരിച്ചു കയറി പോകണം. ഇതിപ്പോ നമ്മൾ ടെസ്റ്റ് ചെയ്താണ്. ഇതിന് പകരം ഇതിലൊന്നും നമ്മൾ പശ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ എവിടേക്കാണ് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പശ കൊടുത്താൽ മതി. ഇതില് ലീക്ക് വരുന്നുണ്ട്, ഇതിൽ പശ കൊടുത്താൽ ഇതിലും പശ കൊടുക്കാം നമുക്ക്. ലീക്ക് വരുന്നിടത്തൊക്കെ പശ ഒന്ന് കൊടുക്കും. ഇതിൽ നമ്മളിപ്പോ പശ കൊടുത്തിട്ടില്ല. നമുക്ക് ഇത് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഒന്ന് പശ കൊടുത്തിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ലീക്ക്, ചെറിയ ലീക്കൊന്നും പ്രശ്നമില്ല, കുറച്ചല്ലേ പോവുള്ളൂ. നമുക്ക് ഊരാൻ കിട്ടാനൊക്കെയാണ് നമ്മളെന്ത് പണിയാ ഇതിൽ പശ ഇടാത്തത്. ഇതിപ്പോ ഫുള്ള് തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ കയറും. ഭയങ്കര പവറായിട്ട് കണ്ട, ഫുള്ള് പവറായിട്ട് വലിഞ്ഞു പോകേണ്ട സാധനം. നമ്മളിത് നേരെ ഇങ്ങോട്ട് തിരികെ ചെറുതായിട്ട് വിട്ടാൽ മതി. കുറേശ്ശെ വെള്ളം കിട്ടും. ഇനിയിപ്പോ ഇതെല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലാണ്ട് ഇവിടെ ഇതിന്റെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഇതാക്കി കൊടുക്കുക. കൂട്ടി കൊടുത്തതിന് ചിറ്റിങ്ങാണ്ട് പരിപാടി കഴിഞ്ഞല്ലേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വളം ഇതിലെ ബക്കറ്റിലാണ് കളിക്കാൻ നേരിട്ട് കൊടുക്കും. ഒരു ഡൗട്ട്, ഇപ്പൊ ഇതിൽ നമ്മൾ വളം കലക്കി കഴിഞ്ഞാല് ഇപ്പൊ ഇത് ഒരു 4000 ഹോൾ ഉണ്ട് വെച്ചോ, 4000 തൈ ഉണ്ട് വെച്ചോ, 4000 തൈക്ക് എത്തും. അത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് പോവാം. നമ്മൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് വളം പോകുമ്പോൾ ഈ വെള്ളത്തിൽ മിക്സ് ആയി കൊണ്ട് പോവാണ്. അപ്പൊ ഈ വെള്ളം എവിടേക്കേ വിറ്റണ്
4000 തൈ ഉണ്ടെങ്കിൽ 4000 ഹോൾ ഉണ്ടാവും. ഈ 4000 ഹോൾക്ക് ഈ വളം ഇങ്ങനെ ഉറ്റി വെള്ളത്തിൽ ലയിച്ച് കണ്ട് വെള്ളം ഉറ്റിട്ട് ഈ 4000 തൈനും ഈ നേരിട്ടെത്തും അല്ലേ. ഇത് ഗോമൂത്രം കലക്കി കൊടുക്കുക, എല്ലാം കലക്കി കൊടുക്കുക. എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ ഇവിടെ ഇയാളുണ്ട്, ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിൽ കച്ചറ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഒരു 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ പോയി അടയും. പൈപ്പിക്ക് നേരെ പോകില്ല. പൈപ്പിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈപ്പിന്റെ ആ ചെറിയ ഹോളല്ല ഇട്ടിരിക്കുന്നത്, അത് അടയും. അത് അടയാതിരിക്കാനാണ് നമ്മൾ ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെഞ്ചറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലിടക്ക് നമ്മൾ ചെറിയൊരു പൊടിക്കൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാന്നുള്ളത് എന്താന്നുള്ളത് കാണാം. ഇതെന്തിനാണ് ഈ പച്ച പൈപ്പ്? ഇതിപ്പോ ഇനി എനിക്ക് വളം കൊടുക്കേണ്ടി വന്നാല് നമുക്ക് വെള്ളം എടുക്കണം. ബക്കറ്റിൽ വെള്ളം വെള്ളത്തിലല്ല വളം കലക്കല്. അപ്പൊ ഈ എവിടുന്ന് പോയിട്ട് എടുക്കും? ഞാൻ നേരെ അവിടെ പോയി എടുക്കും. ഒരുപാട് നടക്കണം. 2 ബക്കറ്റ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 2 വട്ടം നടക്കണം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എടുക്കാം. ഇതിലൊരു വാഷറില്ല. വാഷർ ഇട്ടതിന് ശേഷം ഇതും തുണിയാ 2 പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മള് ബക്കറ്റ് ഇവിടെ വളം വെക്കാന് നമ്മുടെ ബക്കറ്റ് ഇവിടെ വെക്കുക. അപ്പൊ ഈ എന്താ പാക്കറ്റ് വളയിട്ട് മാത്രം വന്നാൽ മതി. എന്ത് വേണില്ല, ഇത് ഓപ്പൺ ആക്കുക, തിരിച്ചോട്ടത്തേക്ക് വെള്ളം ചാടും. അതുപോലെ ഈ ഇവിടുന്ന് ക്ഷീണിച്ചു വന്ന് എനിക്കൊന്ന് മുഖം കഴിക്കണം എന്നൊക്കെ വന്നാല് കാലേ കിടന്നെ എന്റെ വീട്ടിൽ പോണ്ടേ. സിമ്പിൾ. ഇത് നന്നായിട്ടാ ശരിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ചെറിയൊരു ടിപ്പാണ്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെ. കാരണം നമ്മള് കൃഷിയിടത്തിൽ ചിലപ്പോൾ ഗസ്റ്റുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ ഒന്ന് നടന്നു നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയായി കഴിഞ്ഞാലൊക്കെ കഴുകാനൊക്കെ വീട്ടിൽ കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈപ്പ് എവിടെയെങ്കിലും കെട്ടയക്കണം, ഇതിന്റെ എവിടെയെങ്കിലും കെട്ടയക്കണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടുവരും. ഇതാകുമ്പോൾ പിന്നെ നേരെ മോട്ടർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പിടിച്ചു കൊടുത്താൽ ഇത് ഏറ്റവും യൂസ്ഫുൾ എന്ന് വെച്ചാൽ വളം കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളം ചിലപ്പോൾ കൂടുതൽ വളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി ആയതിനു ശേഷം പിന്നെ ഇങ്ങനെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കണം. ഏറ്റവും യൂസ്ഫുൾ കുറച്ച് വലുപ്പമുള്ള പൈപ്പാണ് നേരിട്ട് കൊടുക്കുക അല്ലേ. സംഭവം ഇതിന് നമ്മൾ ഇവിടെയും വാൾവ് കൊടുത്തിട്ടുണ്ട്, നേരെ ഇതിലും വാൾവ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ ഇത് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ഇതിപ്പോ നമ്മൾ ഇത് കൊടുത്തില്ലേ, ട്രിപ്പിന് കൊടുത്ത വാൾവാണ്. എത്ര ഉണ്ട് കണ്ടപ്പോൾ നമ്മളങ്ങനെ കൊടുത്തു. ഞാൻ റിസ്ക് എടുക്കണം. മറ്റേ ഈ വളം കൊടുക്കാൻ അതുവരെ നടക്കും. സിമ്പിൾ പരിപാടി.